വെക്ടർ ഓൾജിബ്ര എന്ന ചാപ്റ്ററിനകത്ത് നമുക്ക് വരുന്ന ഇക്വേഷൻസ് ഒന്ന് നോക്കാം. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ മാഗ്നിറ്റ്യൂഡ് എ മാഗ്നിറ്റ്യൂഡ് ബി ഇൻറ്റു കോസ് തീറ്റ വരും. ഡോട്ട് പ്രോഡക്റ്റ് ആണെങ്കിൽ എ ഡോട്ട് ബി ഈക്വൽ ടു ഫോർമുല എന്താ? മാഗ്നിറ്റ്യൂഡ് എ മാഗ്നിറ്റ്യൂഡ് ബി ഇൻറ്റു കോസ് തീറ്റ വരും. അതേസമയം അത് ക്രോസ് പ്രോഡക്റ്റ് ആണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് എ ക്രോസ് ബി എടുക്കുക, മാഗ്നിറ്റ്യൂഡ് എ മാഗ്നിറ്റ്യൂഡ് ബി ഇൻറ്റു സൈൻ തീറ്റ വരും. ഡോട്ട് പ്രോഡക്റ്റിനകത്ത് നമ്മൾ കോസ് തീറ്റയാണ് എങ്കിൽ ക്രോസ് പ്രോഡക്റ്റിനകത്ത് നമുക്ക് എന്താ വരുന്നത്? മാഗ്നിറ്റ്യൂഡ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ബി ഇൻറ്റു സൈൻ തീറ്റയാണ് വരുന്നത്. ദെൻ യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്റ്റർ, നമുക്കൊരു വെക്റ്റർ എന്നാൽ യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഏത് വെക്റ്റർ ആണോ പറയുന്നത് ആ വെക്റ്റർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ. ദെൻ പ്രൊജക്ഷൻ വെക്റ്റർ ഓഫ് എ ഓൺ ബി എന്ന് പറഞ്ഞാൽ, പ്രൊജക്ഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ എ ഓൺ ബി എന്ന് പറഞ്ഞാൽ എ ഡോട്ട് ബി, അതായത് ഓൺ എന്നതിൻ്റെ സ്ഥാനത്ത് ഡോട്ട് വരും. എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ബി ആയിരിക്കും നമ്മുടെ പ്രൊജക്ഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ഇക്വേഷൻ. ഇതുപോലെയുള്ള ഷോർട്ട് വീഡിയോസ് ലഭിക്കുന്നതിനായി കുട്ടികൾ ക്ലാസ് ഓറയുടെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക. താങ്ക്